ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കണ്ടെടുത്ത ശരീരഭാഗങ്ങൾ സംസ്കരിച്ചു. 5 ശരീരഭാഗങ്ങളാണ് സംസ്കരിച്ചത്. പുത്തുമല പൊതുശ്മശാനത്തിൽ സർവ്വമത പ്രാർത്ഥനയോടെയായിരുന്നു സംസ്കാരം. വിവരങ്ങളുമായി പുത്തുമലയിൽ നിന്ന് സുഹൈൽ മുഹമ്മദാണ് ചേരുന്നത്. സുഹൈൽ, ഇന്ന് വീണ്ടും തിരിച്ചറിയാത്ത 5 ശരീരഭാഗങ്ങളുടെ സംസ്കാരം നടന്നു. അതിന്റെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ ഇന്നും തെരച്ചിൽ തുടരുന്നുണ്ടല്ലോ അവിടെ. 5 മൃതദേഹ ഭാഗങ്ങളാണ് ഇന്ന് പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത്. ഈ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. DNA സാമ്പിളുകൾ എടുത്ത ശേഷം ഇന്ന് 2 മണിയോടുകൂടി പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുകയായിരുന്നു. പുത്തുമല പൊതുശ്മശാനമായിരുന്നു ഈ ദുരന്തത്തിൽ തിരിച്ചെത്തിയ മൃതദേഹങ്ങൾ സംസ്കരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇപ്പോൾ ഏകദേശം 48 മൃതദേഹങ്ങളാണ് ആകെ സംസ്കരിച്ചിരിക്കുന്നത്. ഇവരെ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ DNA സാമ്പിൾ എടുത്ത ശേഷം ആ DNA സാമ്പിളുകൾക്ക് നൽകിയ നമ്പറുകളാണ് ഇവരുടെ മേൽവിലാസമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി 48 മൃതദേഹങ്ങൾക്ക് പുറമെ മൃതദേഹ ഭാഗങ്ങളും അവിടെ സംസ്കരിച്ചിരുന്നു. ഇന്ന് 2 മണിയോടുകൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടപോലെ തന്നെ സമാനമായ രീതിയിൽ സർവ്വമത പ്രാർത്ഥനകൾ തന്നെയായിരുന്നു സംസ്കാരം. ഇനി തെരച്ചിലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നങ്ങനെ വ്യാപകമായ തെരച്ചിലില്ല. ഈ മുണ്ടക്കൈ ചുരുമല ഭാഗങ്ങൾ 2 വട്ട പരിശോധന കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾക്ക് സംശയമുള്ള ഇടങ്ങൾ കാണിക്കുന്നിടത്ത് മാത്രമാണ് അഗ്നിരക്ഷാസേനയും NDRF-ഉം തെരച്ചിൽ നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് കാണാതായവരെ കണ്ടെത്തുക എന്നതിലപ്പുറത്തേക്ക് അവരുടെ ഇപ്പോൾ ശേഷിക്കുന്ന വീടുകളിൽ രേഖകളും അങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കളും എടുക്കാനുള്ള രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്തുകൊണ്ട് ഈ പുത്തുമല പൊതുശ്മശാനം ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് കൊടുത്ത പൊതുഭൂമിയിലാണ് ഇപ്പോൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മണ്ണിടിഞ്ഞ് ഈ കുഴികളിലേക്ക് മണ്ണിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ സന്നദ്ധ പ്രവർത്തകർക്കും എത്തി അതിനൊരു പരിഹാരവും കണ്ടിരുന്നു. ഈ തിരച്ചിൽ നാളെയും സമാനമായ രീതിയിൽ തുടരുമെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ അംഗബലത്തിലുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല. ഈ രേഖകളടക്കം കണ്ടെത്തുന്ന രീതിയിലുള്ള തെരച്ചിലുകൾ മാത്രമാണ് ക്രിസ്ത്യന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, സുഹൈൽ മുഹമ്മദാണ് പുത്തുമലയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.